എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഷോർട്സിനും വീഡിയോയ്ക്കും ഒക്കെ നല്ല റെസ്പോൺസ് നിങ്ങളെല്ലാവരും തരുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ പേഴ്സണലി ഓരോ കമൻറ്റിനും റിപ്ലൈ ചെയ്യാറില്ല, ഞാനെല്ലാം വായിക്കാറുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഓക്കെ, പേഴ്സണലി ഓരോരുത്തരോടും നന്ദി പറയുന്നു കേട്ടോ. നിങ്ങളുടെ ഈ സ്നേഹം വീണ്ടും തുടർന്നും നിങ്ങളുടെ അനുഗ്രഹവും എനിക്ക് തീർച്ചയായിട്ടും തരണം. ഓക്കെ, ഇന്ന് നമുക്ക് നോക്കാം. ഇന്ന് 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്, പ്രാക്ടിക്കൽ തോട്ട്സ് നിങ്ങളെപ്പറ്റി എന്താണ് എന്ന് നോക്കാം. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ചെറിയ മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം. തടസ്സങ്ങൾ ഉണ്ട്, പല തടസ്സങ്ങളുണ്ട്. കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഷോർട്ട്സ് ഇട്ടിരുന്നു. അതിന് പുറമെ ഓക്കെ, അഡീഷണലായിട്ട് വേറെ എന്ത് തടസ്സങ്ങളാണ്, അതേപോലെ ഓക്കെ, ചെറിയ രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻസ് എന്തെങ്കിലും. എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല, ചിലർക്കെങ്കിലും വർക്ക് ആവും, ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് എന്താണ് അവർക്കായിട്ടെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകളിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ് കാണുന്നതെന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകളിൽ അവരെക്കുറിച്ച് എന്താണെന്ന് പറഞ്ഞു തരും. പേഴ്സൻ്റെ തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സ്. പേഴ്സൺസ് തോട്ട്സ് ഫോർ മൈ വ്യൂവേഴ്സ്. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. Six of Swords. രണ്ട് കാർഡാണ് താഴെ പോയത്. രണ്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ, രണ്ടെണ്ണം വീണ്ടും ഒരു ഷഫിൾ. Two of Swords. എന്താ ഇത്? കൺഫ്യൂഷൻ, സ്ട്രെസ്. Two of Cups. Okay, good. Knight of Swords. Ten of Cups. Magician. Strength. Six of Cups. Death. Fool. Queen of Cups. Page of Cups, bottom of the deck. Clarify Six of Swords. Clarify Six of Swords. Clarify Six of Swords. Clarify Six of Swords. Queen of Pentacles. Okay. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ജോലി സംബന്ധമായിട്ടൊക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവർ ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. രണ്ടിൽ ഒരാൾ ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അവിടെ ഇരുന്ന് വല്ലാതെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിട്ടും നിങ്ങളെ ഓർക്കുന്നതായിട്ടും ഉറക്കം ഇല്ലാതെ എണീറ്റിരുന്ന് ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓവർ തിങ്കിങ് വളരെയധികം ഉള്ളതായിട്ട് കാണുന്നു. ചെറിയ രീതിയിൽ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, അതിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജോലി സ്ഥലത്ത് പിടിച്ച് നിന്നേ പറ്റൂ. നിൽക്കേണ്ടുന്ന ഒരവസ്ഥ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ജോലി വിട്ടിട്ട് വരാനൊന്നും സാധിക്കില്ല, ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർ നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കാണാത്തത് കൊണ്ടും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടും അവർക്ക് വല്ലാത്ത സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഉറക്കമില്ലായ്മ, ഓവർ തിങ്കിങ് എല്ലാം തന്നെ അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നു. ചിലരെങ്കിലും ഒരു 2 സിറ്റുവേഷൻസിൻ്റെ ഇടയിൽപ്പെട്ട് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ടു ഓഫ് സോർട്സ് ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം എന്താണ്, പലർക്കും അവിടെ ഒരു ഫാമിലിയുടെ പ്രസൻസ് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടിയുടെ പ്രസൻസ്. ഇവർ മാരീഡ് ആണെങ്കിൽ ഇത് ഇവരുടെ സ്പൗസ്, കുട്ടികൾ, അല്ലെങ്കിൽ
പാരൻ്റൽ പ്രഷർ. ഓക്കെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കാം അതിൽപ്പെട്ട് ഒന്ന് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. എന്ത് തന്നെ ആയാലും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, നിങ്ങളുടെ പേഴ്സൺ എന്ത് തടസ്സമാണ്, നിങ്ങൾ തമ്മിൽ ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ പാരൻ്റൽ പ്രഷറാണ്, വേറെ എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഫോർത്ത് പാർട്ടി സിറ്റുവേഷൻ എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. കാണണം, സംസാരിക്കണം, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം, നിങ്ങൾക്കായി ഒരു ക്വിക്ക് ആക്ഷൻ എടുക്കണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് സ്വാർട്സ് ക്വിക്ക് ആക്ഷൻ്റെ കാർഡാണ് കേട്ടോ. എത്രയും പെട്ടെന്ന്, ഇനി ഡിലേ വേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്ന് ചിന്തിക്കുന്നതായിട്ട്. പാരൻ്റൽ പ്രഷറൊക്കെയാണ് അവിടെ പ്രോബ്ലമായിട്ട് ഇരിക്കുന്നതെങ്കിൽ അവരെ കൺവിൻസ് ചെയ്ത്, അവരെ സമ്മതിപ്പിച്ച് നിങ്ങളെ അവരുടെ ഫാമിലിയുടെ ഭാഗമാക്കണം എന്നും അവർ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, മജീഷ്യൻ വെച്ച് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻസ് ഇവർ ചെയ്യുന്നുണ്ട്, തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, പ്ലാനിങ് ചെയ്യുന്നുണ്ട്, വീട്ടുകാരെ എങ്ങനെ സമ്മതിപ്പിക്കാം എന്നുള്ള രീതിയിൽ പ്ലാനിങ് നടത്തുന്നതായിട്ടും കാണുന്നു കേട്ടോ. വളരെയധികം പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. ഇത്രത്തോളം ക്ഷമിച്ചു, ഓക്കെ, ഇനി ക്ഷമിച്ചിരിക്കേണ്ട, നമുക്കൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് അവർ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്യാവശ്യ ക്ഷമ എടുത്തു കഴിഞ്ഞു, ഇനി ക്ഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകാം, ഒരു തീരുമാനമെടുക്കാം, ഒരു ആക്ഷൻ എടുക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടേത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്. കുറച്ച് കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം, ഒരുപാട് ഓർമ്മകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഇടയിൽ ഈ തടസ്സങ്ങൾ കാരണം ഒരു ടെമ്പററി ബ്രേക്കപ്പ് സിറ്റുവേഷനോ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവരിനി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. റിലേഷൻഷിപ്പിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അതേപോലെ വേറെന്താണ്, റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. എല്ലാം അവർ മനസ്സിലാക്കുന്നു കേട്ടോ. എന്തൊക്കെ തന്നെ ആയിരുന്നാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഇനി മുന്നോട്ട് തന്നെ എന്ന് തന്നെയാണ് അവർ വീണ്ടും ആലോചിക്കുന്നതായിട്ട് അവിടെ കാണുന്നത്. ഓക്കെ, റിസ്ക് എടുക്കാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ലൈറ്റ് ഹാർട്ടഡ് മൂമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കണം, കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം, ഹാപ്പിനെസ് രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടാവണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ പ്രതി ഹൈലി ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്നതായും കാണുന്നത്. നിങ്ങളുടെ ഇമോഷൻസ് ഇപ്പോൾ അവർക്ക് റീച്ച് ആവുന്നുണ്ട്, മനസ്സിലായില്ലേ? അവർക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസുമായിട്ട് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള തീവ്രമായ ആഗ്രഹം എന്താ പറയുക, അവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കണം എന്നും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരിക്കണം, ഒരു ബാലൻസിൽ കണക്റ്റഡ് ആയിരിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അവർക്ക് അവിടെ കണക്റ്റ് ആവുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. അത് പൂർണ്ണമായും മനസ്സിലാക്കുന്നു എന്നും അവർ ചിന്തിക്കുന്നു. പേജ് ഓഫ് കപ്സ് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് തരുന്നതിനെ പറ്റിയിട്ട് അവർ തീർച്ചയായും ആലോചിക്കുന്നുണ്ട്. ഒരു കോൾ, ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇൻ പേഴ്സൺ തന്നെ നിങ്ങളെ വന്ന് കാണാനും സാധ്യത ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓൺലൈൻ സ്റ്റോക്കിംഗ് ഇവർ തീർച്ചയായും നിങ്ങളുടെ ആക്ടിവിറ്റീസിനെ പറ്റി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കോൾ, മെസ്സേജ്, ചാറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ഇവർ ശ്രമിക്കും. കുറച്ച് കാർഡ്സ് കൂടി തരൂ, തോട്ട്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് കൂടി തരൂ ഡിവൈൻ. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു പേഴ്സണാണ് അവരുടെ ലൈഫിൽ. നിങ്ങൾ കൂടെ വന്നതിന് ശേഷമാണ് അവർ ഒരുപാട് ഹാപ്പിനെസ് ഫീൽ ചെയ്തിട്ടുള്ളത്, സന്തോഷങ്ങൾ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്നും അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ആ കണക്ഷൻ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നിങ്ങളെ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ് അവർ. അവരുടെ സന്തോഷങ്ങൾക്ക്, അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം അവർ നിങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിട്ടുകളയാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത്. ചിന്തിക്കുമ്പോൾ മനസ്സിങ്ങനെ വിങ്ങുന്ന പോലെ ആവില്ലേ? നമ്മൾ ഒരാളെ വളരെ സ്നേഹത്തോടെ ആലോചിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത എന്തോ ഒന്ന് തോന്നും മനസ്സിൽ, അല്ലേ? ഒരു ഓവർവെൽമിങ് ഫീലിംഗ് തോന്നും. അങ്ങനെ അത്രയും അധികം സ്നേഹം അവർക്ക് നിങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറി വന്ന് നിങ്ങൾക്കൊരു ഗുഡ് ലക്ക് സിറ്റുവേഷൻ, ഒരു നല്ല കാലം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വരും എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഉണ്ട്, അതവർ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ പാരൻ്റൽ പ്രഷർ വരാൻ കാര്യം കാസ്റ്റ്, കൾച്ചർ, റിലിജൻ,
സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. കരിയർ സെറ്റായിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് അതൊരു തടസ്സമായിരിക്കാം. അതെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. എന്ത് സിറ്റുവേഷൻ ആയാലും അതിനെല്ലാം മറികടന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഇതുവരെയും ഒരു പ്രൊപ്പോസലിൻ്റെ അക്സെപ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അതേപോലെ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ഒരു പടി മുന്നോട്ട് പോയി ഒരു വിവാഹത്തിൽ എത്താനുള്ള സാധ്യതയും അവിടെ തന്നെ കാണുന്നു. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായിട്ട് എന്നും കണക്റ്റഡ് ആയിരിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ഓൺലൈൻ സ്റ്റോക്കിംഗ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെയൊക്കെ ആക്റ്റീവ് ആണോ അവിടെയെല്ലാം ഇവർ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നും കാണുന്നു. നിങ്ങൾ പബ്ലിക് പ്ലേസസിൽ വെച്ചിട്ടായിരിക്കും കൂടുതലായിട്ടും തമ്മിൽ കാണാറുണ്ടാവും. അതായത് ഒറ്റയ്ക്ക് കാണുന്ന സന്ദർഭങ്ങൾ കുറവാണ്. ചുറ്റും ആൾക്കാരുണ്ടായിരിക്കും. ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് നിങ്ങൾ പരസ്പരം കാണാറുള്ളത് എന്ന് കാണുന്നു കേട്ടോ. മറ്റുള്ളവർ കൂടെ ഉണ്ടായിരിക്കും എപ്പോഴും. അപ്പോഴാണ് നിങ്ങൾ തമ്മിൽ കാണുന്നത്, സംസാരിക്കുന്നത്. ഒഫീഷ്യലി കണക്റ്റഡ് ആവുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. മീറ്റിങ്സിൽ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ പരസ്പരം കാണുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ കാണുന്നു കേട്ടോ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെ അടുത്ത് അന്യായമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ അവർ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തണം. ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യണം. ന്യായപ്രകാരമുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. 2 കാർഡ് വന്നു കേട്ടോ. വീണ്ടും ടെമ്പറൻസിൻ്റെ കാർഡാണ്. ഇവർ ഹീലിങ്ങിൽ കൂടി കടന്നു പോയിരിക്കാം. മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം എന്ത് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കമ്മ്യൂണിക്കേഷൻ തീർച്ചയായും അത് ഇനി വൈകാതെ, ഒട്ടും വൈകാതെ ഒരു സ്പീഡി കമ്മ്യൂണിക്കേഷനാണ് അവരുടെ ഭാഗത്തു നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക കേട്ടോ. അങ്ങനെ തന്നെയാണ്. വീണ്ടും കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് എനിക്ക് കിട്ടിയത്. പേജ് ഓഫ് വാണ്ട്സ്. എത്രയും വേഗം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടുപോകാൻ അവർ പല പ്രാവശ്യം ശ്രമിച്ചു കാണും. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ട്. പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിച്ച് ഇത് ശരിയാവില്ല, നമുക്കിത് വിട്ടു പോകാം എന്നവർ പല പ്രാവശ്യം ശ്രമിച്ച് കാണും കേട്ടോ. പക്ഷെ അവർക്കതിന് സാധിക്കാറില്ല. കാരണം നിങ്ങളെ പ്രതി അവർ വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ള് ഫീൽ ചെയ്യാറുണ്ട്. എന്തോ ഒരു സാധനം നിങ്ങളെ വലിച്ചടുപ്പിക്കുന്ന പോലെ, വിട്ടുപോയാലും ഒരു അദൃശ്യമായ കയറ് നിങ്ങളെ തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന പോലെയും ആ കയറ് അഴിഞ്ഞു പോകാൻ സാധിക്കുന്നില്ല. അത് പോയതുപോലെ ബൂമറാങ് പോലെ ഇത് തിരിച്ചു വരുന്ന ഒരവസ്ഥയാണ്. അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു എന്നും കാണുന്നു കേട്ടോ. അവരങ്ങനെ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഒരു ഒബ്സഷൻ ആയിരിക്കുകയാണ്, ഒരു അഡിക്ഷൻ പോലെ ആയിരിക്കണം അവർക്ക് എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ്, എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതെല്ലാം മറികടന്ന് നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പിച്ച് ചിന്തിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് ഇന്ന്. ഒബ്സ്റ്റക്കിൾസ് ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്ന് നമുക്കൊന്നുകൂടെ വിശദമായിട്ട് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾസ് കാണുന്നുണ്ടോ? എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത് അവരുടെ റിലേഷൻഷിപ്പിൽ? ഒന്നൊന്ന് കാണിച്ചു തരൂ. പ്രീസ്റ്റസ്. 2 കാർഡ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. ഒരേ ഒരു ഷഫിൾ കൂടി. ക്വീൻ ഓഫ് സ്വാർഡ്സ്, ഫൂൾ, കിങ് ഓഫ് കപ്സ്, ഹെർമിറ്റ്, 10 ഓഫ് പെൻറ്റക്കിൾസ്,
വേൾഡ്, ഹാങ്ഡ് മാൻ, 8 of cups, 8 of pentacles, king of wands, hierophant, okay, devil, high priestess, hermit, 8 of cups. ശരി, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് മെയിനായിട്ട് അവരുടെ ഫാമിലിയിൽ നിന്നും അവരുടെ അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള ആരോ, എൽഡർലി ആയിട്ടുള്ള ആരോ, അവരുടെ ചേച്ചി ആയിരിക്കാം, സിസ്റ്റർ ഇൻ ലോ ആയിരിക്കാം, അങ്ങനെ ഇവരുമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ലേഡിയുടെ ഭാഗത്ത് നിന്നും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു എതിർപ്പ് ഈ റിലേഷന് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവർ അതിതീവ്രമായിട്ട് ഇതിനെ എതിർക്കുന്നുണ്ട്. എതിർക്കാൻ കാര്യം കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസസ് ആയിരിക്കാം. ഓക്കെ, ടോട്ടലി മെയിനായിട്ട് റിലിജൻ ഡിഫറൻസ് ആണ് എനിക്ക് കാണുന്നത് കേട്ടോ. അങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ വളരെ തീവ്രമായിട്ട് അതിനെ എതിർക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അമ്മയെ എതിർത്തിട്ട് വേണം നിങ്ങൾക്ക് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഡിവൈൻ അമ്മയുടെ എതിർപ്പാണ് ഇവരുടെ, അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള ആരുടെയെങ്കിലും എതിർപ്പാണ് ഈ റിലേഷന് ഉള്ളതെങ്കിൽ അവരുടെ സൈഡിൽ നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കാം എന്നൊന്ന് പറഞ്ഞു തരൂ. അമ്മയുടെ എതിർപ്പ് അവഗണിച്ച് അവർ മുന്നോട്ട് വരുമോ? എന്തായിരിക്കും ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്നൊന്ന് പറഞ്ഞു തരൂ. പേജ് ഓഫ് വാണ്ട്സ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇവർ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, അമ്മയെ സമ്മതിപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ്ങിന് നിങ്ങളുമായിട്ട് ശ്രമിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവർ സംസാരിക്കുന്നുണ്ട്, ഓൾറെഡി അമ്മയുടെ സമ്മതം വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ അവർ മുന്നോട്ട് വരികയുള്ളൂ. എന്ന് വെച്ചാൽ അമ്മയെ ഉപേക്ഷിച്ച് വരികയൊന്നുമില്ല. അമ്മയുടെ സമ്മതം വാങ്ങിച്ച്, അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഒരു ന്യൂ ബിഗിനിങ്ങിനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയുടെ സമ്മതം കിട്ടും വരെ വെയിറ്റ് ചെയ്യേണ്ടുന്നൊരു സിറ്റുവേഷനാണ്. ക്വീൻ ഓഫ് സോർട്സ്, നിങ്ങളുടെ ഇടയിൽ ഈഗോ ഇഷ്യൂസ് ഭയങ്കരമായിട്ട്, രണ്ടുപേരും തമ്മിൽ ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കാം, തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം. അതൊന്നും പരസ്പരം പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും തന്നെ ശ്രമിക്കുന്നില്ല. ആരെങ്കിലും ഒരാളെങ്കിലും താഴോട്ട് ഇറങ്ങി വരണം അല്ലേ? പക്ഷെ രണ്ടുപേരും തന്നെ കടുംപിടുത്തത്തിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ഈഗോ ഇഷ്യൂ ആണ് നിങ്ങളുടെ ഇടയിൽ. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തൊരവസ്ഥ, പരസ്പരം മനസ്സിലാക്കാത്ത ഒരവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നു. ഈഗോ ആണ് മെയിനായിട്ട് അടുത്തൊരു തടസ്സമായിട്ട് അവിടെ കാണുന്നത്. ക്വീൻ ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ ഇരിക്കുന്നവർക്ക് ഡിവൈൻ നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലും വരുന്നുണ്ടോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും? നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും? കിങ് ഓഫ് സ്വാർട്സ്, 4 ഓഫ് പെൻറ്റക്കിൾസ്. ഈഗോ ബലം പിടിച്ച് നിൽക്കുമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് എല്ലാം മനസ്സിൽ അടക്കി പിടിച്ച് ഈഗോ തന്നെ സ്ട്രോങ് ആയി പിടിച്ച് നിൽക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. എന്നാൽ നിങ്ങളെങ്കിലും പുള്ളിയുടെ ഭാഗത്തു നിന്നും യാതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക്, അതായത് അവരുടെ ഭാഗത്തു നിന്നൊരു സോറി കിട്ടാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ശ്രമിച്ചൂടെ? നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു സോറി പറയാൻ ശ്രമിച്ചൂടെ? സംസാരിച്ചാൽ പല ഇഷ്യൂസും സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. നല്ലൊരു റിലേഷനാണ്. ഒരു ചെറിയ ഈഗോ ക്ലാഷിൻ്റെ പേരിൽ അതിനെ നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ റിലേഷനിൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കാണുന്നു. പല തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. ഫാമിലി, ഈ പറഞ്ഞ പോലെ ഇതെല്ലാം തന്നെ റിസ്ക് ഫാക്ടേഴ്സാണ്. ഈ കാണുന്നതെല്ലാം തന്നെ റിസ്ക് ഫാക്ടേഴ്സാണ്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഒട്ടും സീരിയസ്നെസ് ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതായത് കളി തമാശയായിട്ടാണോ ഈ റിലേഷനെ അവർ കാണുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫേം കമ്മിറ്റ്മെൻറ്റ്, ഒരു ഉറച്ച തീരുമാനം, അല്ലെങ്കിൽ സീരിയസ്നെസ് ഇല്ലാത്ത പോലെ, മെച്യൂരിറ്റി ഇല്ലാത്ത പോലെ ഒരു പെരുമാറ്റം, ഇതെല്ലാം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ മാത്രമാണോ ഈ റിലേഷൻഷിപ്പിൽ സീരിയസ് ആയിട്ടുള്ളത്, അവർ സീരിയസ് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടായിരിക്കും. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാം?
മെച്യൂരിറ്റി ഇല്ലായ്മയാണ് അവിടെ കാണുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കായിട്ട് എന്ത് ആക്ഷൻ പ്രതീക്ഷിക്കാം? 6 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 3 ഓഫ് കപ്സ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബം ഇവരെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കും കേട്ടോ. കൂടുതലായും സുഹൃത്തുക്കളുടെ ഇൻവോൾവ്മെൻറ്റ് കാണുന്നു. നിങ്ങൾ ഇവരുടെ സുഹൃത്തുക്കളുടെ സഹായം എടുക്കാൻ സാധ്യതയുണ്ട്. ഇവരോട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും സിറ്റുവേഷൻസ്, കാരണം ഡയറക്റ്റ് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക്. അപ്പോൾ സുഹൃത്തുക്കൾ വഴി കാര്യത്തിൻ്റെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കാനും അതുവഴി അവരെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്നും കാണുന്നു കേട്ടോ. ഒരു പരിധിവരെ അവരതിന് വിജയിക്കുകയും ചെയ്യും. ഓക്കെ, കുറച്ചുകൂടി സീരിയസ്നെസ് ആയിട്ട് പെരുമാറണം. കാര്യം എന്താ പറയുക, ഫൈനാൻഷ്യൽ രീതിയിലായാലും ലൈഫിൽ സെറ്റിൽ ആവണം. അതേപോലെ ഇവിടേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഇവരുടെ സുഹൃത്തുക്കൾ വഴി നിങ്ങൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് ഏകദേശം സക്സസ്ഫുൾ ആവുകയും ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, കിങ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ അവരുടെ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് പുറമേക്ക് പ്രകടിപ്പിക്കാതിരിക്കുകയായിരിക്കും. ഒരുപാട് തടസ്സങ്ങൾ അതിൽ ഉണ്ടായിരിക്കും. ഒരു പക്ഷേ അവർ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ കാരണം, അവരുടെ ലൈഫിലുള്ള സിറ്റുവേഷൻ കാരണം അവരവരുടെ ഫീലിങ്സ് തുറന്ന് കാണിക്കാതെ ഇരിക്കുകയാണ്, മനസ്സിലടക്കി പിടിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ, തുറന്ന് പറഞ്ഞാലല്ലേ ഒരു അടുത്ത സ്റ്റെപ്പ് പോസിബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതൊരു വലിയ തടസ്സം തന്നെയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലുള്ളവർക്ക് ഡിവൈൻ എന്ത് നെക്സ്റ്റ് ആക്ഷനാണ് വരുന്നത് അവരുടെ പേഴ്സണിൽ നിന്നും? അവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. 3 സ്ട്രെങ്ത്തുമാണ് കാണുന്നത്. ഭയങ്കര ഭീകരമായ ഒബ്സ്റ്റക്കിൾസ് ആണ് അവിടെ അവരുടെ ലൈഫിൽ. ഫൈനാൻഷ്യൽ ആവാം, ഫാമിലി റിലേറ്റഡ് ആവാം, അങ്ങനെ പാരൻ്റൽ പ്രഷർ ആവാം, സോഷ്യൽ ഇമേജ് ആവാം, ഇതിലെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെ സിറ്റുവേഷനിൽ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട്, മിസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഉടനെ ഒരു ആക്ഷൻ വരുന്നതായിട്ട് കാണുന്നില്ല. അവർ വെയിറ്റ് ചെയ്തിരിക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ആലോചിക്കട്ടെ, കുറച്ചുകൂടി ആലോചിക്കട്ടെ, തീരുമാനം എടുക്കുന്നതിന് മുന്നേ കുറച്ചുകൂടി ആലോചിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഹാമിറ്റ് വെച്ച് ബേസിക്കലി നിങ്ങളുടെ പേഴ്സൺ ഒറ്റപ്പെട്ടിരിക്കാൻ, ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈസ് എ ലോണർ. ഓക്കെ, ഹി ഓർ ഷീ ഈസ് എ ലോണർ. ഒറ്റപ്പെട്ട് ജീവിച്ചങ്ങ് ശീലിച്ചു പോയി. ഓക്കെ, അല്ലെങ്കിൽ ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും കാണും. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഉത്തരം ഇവർ തരുന്നുണ്ടാവില്ല. ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിൽ ഫെയിലിയർ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ അതിൽ നിന്നും പേടിച്ചൊരു റിലേഷൻഷിപ്പ് ഫോബിയ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒറ്റപ്പെട്ട് ജീവിച്ച് ശീലിച്ചു പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഒരു വിമുഖത അവരുടെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഡിവൈൻ? അവരുടെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞു തരും. അങ്ങനൊരു പേഴ്സണാണ് നിങ്ങളുടെ എങ്കിൽ അവർ ഇപ്പോൾ നിങ്ങൾക്കായി മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പ്രതി അവർ ഒബ്സസ്ഡ് ആണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്താ പറയുക, അട്ട പിടിക്കും പോലെ പിടിച്ചിരിക്കുകയാണ്. അസ്ഥിക്ക് പിടിക്കുക എന്നൊക്കെ പറയില്ലേ, ആ മാതിരി ഒരു അഡിക്ഷൻ ആയിരിക്കുകയാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ. അവർ ലോണറാണോ എന്താണോ? നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വേണം. നിങ്ങളില്ലാതെ അവർക്ക് ഇനി ഒരടി മുന്നോട്ട് എടുത്തു വയ്ക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. കാരണം ഒരു എന്താ പറയുക, ഒരു ബാക്ക് ഫയർ കിട്ടിയിട്ടുള്ളവർ അടുത്തൊരു റിലേഷൻഷിപ്പിൽ പോകാൻ ഭയക്കും. ഓക്കെ, പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് അതിതീവ്രമായിട്ടായിരിക്കും അവർ സ്നേഹം കീപ്പ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങളെ പ്രതി വല്ലാത്തൊരു മാഗ്നറ്റിക് പുള്ളാണ്. അതായത് അദൃശ്യമായൊരു ചങ്ങല വെച്ച് നിങ്ങളെ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന പോലെയാണ്. പുള്ളി എത്ര മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ചാലും അവർക്ക് സാധിക്കില്ല. അത് ഇനി ലോണറാണോ എന്ത് തന്നെ ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ബലമായിട്ട് തന്നെ കയറിയിരിക്കുകയാണ്. അവിടെ നിങ്ങളെ ഇറക്കി വിടാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്ന് തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 ഓഫ് പെൻറ്റക്കിൾസ് നമുക്കറിയാം, അതൊരു ഫാമിലി കാർഡാണ്. അവരുടെ ലൈഫിൽ ഞാൻ പറഞ്ഞതുപോലെ
ഒന്നുകിൽ പാരൻ്റൽ പ്രഷർ അവർ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മാരീഡാണ്, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവരുടെ സ്പൗസ്, കുട്ടികൾ, അതൊരു വലിയ തടസ്സം തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് ആക്ഷൻ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിലിരിക്കുന്നവർക്കുള്ള എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? എംപറർ ആൻഡ് ഏസ് ഓഫ് വോൺസ്, അതായത് രണ്ടും തന്നെ പാരലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർ കൈവിട്ട് കളയുകയുമില്ല, അതേസമയം നിങ്ങളുമൊത്തുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വരുമൊന്നുമില്ല, അത് ഞാൻ ഓൾറെഡി പറയുകയാണ്. ഫാമിലീനെ കൈവിട്ട് കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. രണ്ടും ഒരു ഈക്വൽ ബാലൻസിൽ, ഒരു പാരലൽ ലൈൻ പോകുന്നത് പോലെ, റെയിൽപാളം പോകുന്ന പോലെ പാരലായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് കാണുന്നു. നിങ്ങൾ രണ്ടുപേരും ലോകത്തിൻ്റെ 2 ഭാഗത്തായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ആണെങ്കിലും 2 സ്ഥലത്തായിട്ടായിരിക്കും, ട്രാവൽ ചെയ്തിട്ട് വേണമായിരിക്കും തമ്മിൽ കാണേണ്ടുന്ന ഒരു സിറ്റുവേഷൻ. റെഗുലറായിട്ട് തമ്മിൽ കാണാൻ പറ്റാറില്ല. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഡിസ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ, ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവരുടെ നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണെന്ന് പറഞ്ഞു തരുക. 6 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ജോലി സംബന്ധമായിട്ടായിരിക്കും കേട്ടോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ട് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ. അവർക്ക് ഒരു റിയൂണിയന് വേണ്ടി സ്വല്പം വെയിറ്റ് ചെയ്തേ മതിയാവുക. കാരണം വിചാരിക്കുന്ന പോലെ ഓടി എത്താൻ അവർക്ക് പറ്റാറില്ല. ഓക്കെ, കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ്. ട്രാവലിംഗ് ചെയ്യാനുള്ള തടസ്സങ്ങൾ അവരിപ്പോൾ ഈ സമയത്ത് ഫേസ് ചെയ്യുന്നുണ്ട്. ജോലിയാണ്. വിട്ടിട്ട് തോന്നിയ പോലെ ലീവ് എടുത്ത് ഓടി വരാനൊന്നും അവർക്ക് സാധിക്കില്ല, മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങളെ മറന്നിട്ടില്ല, നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമാണ്. അവർക്ക് നിങ്ങളെ വിട്ടു പോകാനൊന്നും പറ്റില്ല. നിങ്ങളെ ഒരു നിമിഷം പോലും അവർ മറന്നിട്ടില്ല. വരാൻ സാധിക്കുന്ന സമയത്ത് തീർച്ചയായും വരും. നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പല സിറ്റുവേഷൻസിൽ പെട്ട് നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നമ്മളിപ്പോൾ തന്നെ ഒരുപാട് സിനാറിയോസ് കണ്ടു അല്ലേ? ആ സിനാറിയോസിലെല്ലാം തന്നെ എങ്ങനെയാണ് അതിൽ നിന്നും പുറത്ത് വരേണ്ടത് എന്ന് ആലോചിച്ച് സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥ. ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ, ക്ലാരിഫൈ ദ ഹാങ്ഡ് മാൻ. 10 ഓഫ് പെൻറ്റക്കിൾസ്, ഫാമിലി തന്നെയാണ് അവിടെ. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പെട്ട് നിൽക്കുന്നതായിട്ട്, ആ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് ഡിവൈൻ? ഈ കേസിൽ മാരീഡാണ്, എസ്പെഷ്യലി മാരീഡാണ്. ഈ കേസിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് സോർഡ്സ്. ആ ഫാമിലിയിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. എസ്പെഷ്യലി ഇത് മാരീഡ് പീപ്പിളാണേ. കല്യാണം കഴിഞ്ഞ് അവിടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അവർ ആ ഫാമിലിയിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ജഗ്ലിങ് സിറ്റുവേഷൻ ആണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളോട് ഫീലിങ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫാമിലിയെ വിട്ട് വരാനും അവർക്ക് സാധിക്കില്ല. അപ്പോൾ ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട്, മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ എന്ന് ആലോചിച്ച് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്ന. ആ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്കായിട്ട് ആസ് ഇറ്റ് ഈസ് അവിടെ ഒന്നും വരുന്നില്ല. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ കൺഫ്യൂഷൻ തുടരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. 8 ഓഫ് കപ്സ് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഞാൻ ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ 8 ഓഫ് കപ്സ്, clarify 8 of cups, clarify 8 of cups. പേജ് ഓഫ് കപ്സ്. ആ ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് ആകെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ചാറ്റിങ്ങോ കോളോ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, വീഡിയോ കോൾസ് അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ള കോണ്ടാക്റ്റ്. ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. ഓക്കെ, അതൊരു ബോധറേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റാറുള്ളൂ. ഒരാൾ മറ്റേ ആൾക്ക് മെസ്സേജ് അയച്ചാൽ മറ്റേ ആൾ റിപ്ലൈ ചെയ്യും വരെ വെയിറ്റ് ചെയ്യണത് ചിലപ്പോൾ 1-2 ദിവസമായാലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഓക്കെ,
അവിടെ അവരുടെ സിറ്റുവേഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് അവർക്കറിയാൻ പറ്റാത്തൊരു സ്ഥിതി പറ്റുമ്പോഴൊക്കെ ആയിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു മെസ്സേജൊക്കെ അയക്കാൻ പറ്റുന്നുണ്ടാവുക. ആ ഒരു സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നതായിട്ട് കാണുന്നു. നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നും ഡിവൈൻ ഈ സിറ്റുവേഷൻ ആണെങ്കിൽ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? സമയം വരട്ടെ എന്ന് പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്യും കേട്ടോ. ഒരു നല്ല കാലം വരും, ഈ സിറ്റുവേഷൻ മാറും, നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത്. ആ സിറ്റുവേഷൻ കുടഞ്ഞു കളയാനൊന്നും പറ്റില്ല, അത് ഫേസ് ചെയ്തേ പറ്റൂ. സിറ്റുവേഷൻ ഇങ്ങനെയാണ് അവിടെ, അതവർ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസം അവർക്കുണ്ട്. ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങൾ ശരിയാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. 8 ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങളുടെ പേഴ്സൺ കുറച്ച് വർക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം അവരുടെ ജോലിക്ക് കൊടുക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഇവർ മിക്കവാറും ട്രാവലിങ്ങിലായിരിക്കും. എപ്പോൾ നോക്കിയാലും മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ട്രാവലിംഗ് ആണ്, അങ്ങനെ പിന്നെ വിളിക്കാം എന്നുള്ള രീതിയിൽ പൈസ സമ്പാദിക്കണം, സേവ് ചെയ്യണം, ഇതിനെപ്പറ്റി തന്നെ ആയിരിക്കും ഇവർ സംസാരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഒരുവിധ ഇറിറ്റേഷനായി തുടങ്ങിയെന്ന് തന്നെ പറയാം. നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയിൽ ഇരിക്കുന്നവരുടെ നെക്സ്റ്റ് ആക്ഷനിൽ എന്താണ് കാണുന്നത്? ഈ സിറ്റുവേഷൻ മാറി വരുമോ? കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അവർ എന്താ പറയുക, കൂടുതലായും നിങ്ങൾക്കാണ് ഒരു റിയാലിറ്റി ചെക്ക് ഇവിടെ കിട്ടേണ്ടുന്നത് കേട്ടോ. അവർ ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻസസിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു റിയലൈസേഷൻ നിങ്ങൾക്ക് എത്രയും വേഗം ഉണ്ടാകുന്നു അത്രയും നല്ലത് എന്നുള്ള രീതി. നിങ്ങൾക്ക് നാളെ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നാലും ഇവർക്ക് നിങ്ങളുടെ സ്നേഹം മനസ്സിലായി. ഇവർ നിങ്ങൾക്ക് നാളെ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു ഫേം കമ്മിറ്റ്മെൻറ്റ് തന്നാൽ തന്നെയും വിവാഹം കഴിഞ്ഞാലും ഇത് തന്നെ ആയിരിക്കും സ്ഥിതി. ഇവർ കൂടുതൽ ഭയങ്കരമായിട്ട് വർക്കിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരും നിങ്ങൾക്ക് സമയം കുറച്ച് തരുന്ന ആൾക്കാരും ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ പേഴ്സണുമായിട്ടൊരു റിലേഷൻഷിപ്പിന് എന്താ പറയുക, നിങ്ങളുടെ പേഴ്സൻ്റെ ട്രെയ്റ്റ് നിങ്ങൾക്കറിയാം, സ്വഭാവം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ഈ ഒരു ക്യാരക്ടറിലുള്ള ആളാണ് നിങ്ങളുടെ വ്യക്തിയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവർ തന്നാലും അല്ലെങ്കിൽ നാളെ നിങ്ങൾ വിവാഹിതരായാലും ഇവർ ഇതേ സിറ്റുവേഷൻ ആയിരിക്കും തുടരുന്നത്. നിങ്ങളെക്കാൾ പ്രാധാന്യം ജോലിക്ക് തന്നെ ആയിരിക്കും എപ്പോഴും കേട്ടോ. നിങ്ങൾക്ക് സമയം തരുന്ന വളരെ കുറവായിരിക്കും. അപ്പോൾ ആലോചിച്ച് മാത്രം, നിങ്ങൾക്കത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ മാത്രം ഒരു വിവാഹത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക. ഓക്കെ, കിങ് ഓഫ് വോൺസ് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്. അതേപോലെ വേറെ എന്താണ്, റെസ്പെക്റ്റും ഉണ്ട്, സ്നേഹമുണ്ട്, എല്ലാമാണ് കേട്ടോ. നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ്. നിങ്ങളുടെ ശബ്ദം, നിങ്ങളെ കാണാൻ, നിങ്ങളുടെ സ്വഭാവം എല്ലാം ഇവർക്ക് വല്ലാതെ ആകർഷണമായിട്ട് തോന്നാറുണ്ട്. ദേ ആർ ഇൻ ലവ് വിത്ത് യു എന്ന് തന്നെയാണ്. ഇവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ലവേഴ്സ് ആൻഡ് 10 ഓഫ് കപ്സ്, വിവാഹം തന്നെയാണ്. നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിങ്ങൾ അവരുടെ ഫാമിലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അവർക്കൊരു സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷനും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരുടെ കുടുംബത്തിൻ്റെ ഭാഗമാകണം, നിങ്ങളുമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ ചിന്ത കേട്ടോ. വെറും ഒരു ലസ്റ്റ് അല്ല അവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ്, ഒരു ഫാമിലി, ഒരു കുടുംബം, നിങ്ങൾക്ക് കുട്ടികൾ, അങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവരുടെ നെക്സ്റ്റ് ആക്ഷനിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഫേം കമ്മിറ്റ്മെൻറ്റ് കിട്ടും. നിങ്ങളുടെ വിവാഹം നടക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഹെയറോഫൻ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായും ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആളോ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, സ്പിരിച്വലായിട്ട് കുറച്ച് കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതേപോലെ മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, മാരേജോ കമ്മിറ്റ്മെൻറ്റോ അവിടെ ഓൾറെഡി മറ്റൊരു സ്ഥലത്ത് ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അങ്ങനെ സോഷ്യൽ ഇമേജ് കോൺഷ്യസ്നെസ് ഉള്ള വ്യക്തിയാണ്. സൊസൈറ്റിയിൽ 4 പേർക്ക് ഇവരെ അറിയാം, കുറച്ച് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങനെയല്ല, 4 പേര് ഉപദേശം ചോദിച്ച് ഇവരുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ സോഷ്യൽ ഇമേജിനെ പറ്റി ഇവർക്ക് ശ്രദ്ധിച്ചേ മതിയാകൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അതൊക്കെ തന്നെയാണ് അവിടെ നിങ്ങൾക്ക് തടസ്സമായിട്ട് വരുന്നത്. ഈ സിറ്റുവേഷനിൽ ഹെയർഫൻറ്റിൻ്റെ എനർജിയിലിരിക്കുന്ന വ്യക്തികൾ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് എടുക്കുക? ത്രീ ഓഫ് വാൻഡ്സ് ആൻഡ് ടെമ്പറൻസ്, അവർ മാറി നിന്ന് നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ കൊണ്ടുപോകാനേ ശ്രമിക്കുള്ളൂ, മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് നേരിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ്, ഒരു 100% കമ്മിറ്റ്മെൻറ്റ്
ഇവരുടെ ഭാഗത്തു നിന്നും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർ ഒരു ഓൾറെഡി മാരീഡ് വ്യക്തിയാണെങ്കിൽ ആ മാരേജിൽ തന്നെ ഉറച്ചു നിൽക്കും കേട്ടോ. പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ശ്രമിക്കും. പക്ഷേ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും, പുറത്തറിയാതെ ശ്രദ്ധിക്കണം. അവരുടെ സോഷ്യൽ ഇമേജിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മാത്രമേ ഇവർ കൂടെ നിൽക്കത്തുള്ളൂ. നിങ്ങളോടും പറയും, ഈ സിറ്റുവേഷൻസ് എല്ലാം അറിയാമല്ലോ, മറ്റുള്ളവർ നമ്മളുടെ റിലേഷൻഷിപ്പ് അറിയാതെ ശ്രദ്ധിക്കണം, കാരണം എൻ്റെ സോഷ്യൽ ഇമേജിനെ ഇത് ഒരു തരത്തിലും ബാധിക്കരുത് എന്ന് അവർ നിങ്ങളുടെ അടുത്ത് പറയും കേട്ടോ. അപ്പം അതുപോലെ മാത്രമേ സൂക്ഷിച്ച് മാത്രമേ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളതിന് തയ്യാറാണെങ്കിൽ മാത്രമേ അവർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുള്ളൂ കേട്ടോ. നമ്മുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ഡെവിൾ ആയിരുന്നു എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും രീതിയിലുള്ള അഡിക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, അതായത് ആൽക്കഹോൾ ഡ്രിങ്കിങ്, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഡ്രഗ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇച്ചിരി കൂടുതലായിട്ട് ഒരു ഇത്, അല്ലെങ്കിൽ വേറെ ഒരു ഇതുള്ളത് എന്തെങ്കിലും നെഗറ്റീവ് പ്രാക്ടീസസിൽ പോയി ശീലമുള്ള നെഗറ്റീവ് പ്രാർത്ഥനകൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല. നിങ്ങളത് ഫേമായിട്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ല, നിങ്ങളിതിൽ തുടരുന്നതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇവരുടെ അടുത്ത്. പക്ഷേ ഇവരിത് ആ സ്വഭാവങ്ങൾ തിരുത്താൻ ഇവർ ശ്രമിക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരാലോചനയാണ് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവിടെയാണ് പ്രശ്നം വരുന്നത്. കാരണം ഇവർ ഒരു തരി അതിൽ നിന്നും വ്യതിചലിക്കാൻ അവർ ശ്രമിക്കുന്നുമില്ല. നിങ്ങൾക്കും ഇത് അക്സെപ്റ്റബിൾ അല്ല. അപ്പോൾ അതൊരു വലിയ തടസ്സമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും എന്ത് ആക്ഷനാണ് അവർക്ക് വേണ്ടി ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു തരും. എന്തെങ്കിലും രീതിയിലൊരു ആക്ഷൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും, വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമോ? ഹാമിറ്റ് 10 ഓഫ് സ്വാർഡ്സ് ഇല്ല, അവർ ആ അഡിക്ഷനിൽ നിന്ന് ഒരിക്കലും മാറില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചാലും അവർക്ക് ആ അഡിക്ഷൻസ് വേണ്ടാന്ന് വെക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളൊരു ഫൈനൽ തീരുമാനം എടുക്കുന്നത് ഇനി ഇത് വേണ്ട, ഇതിനൊരു എൻഡ് കുറിക്കാം, ഈ റിലേഷൻഷിപ്പിന് ഒരു എൻഡ് കുറിക്കാം എന്നുള്ള, അഡിക്ഷൻസ് മാറി വന്നാൽ മാത്രം സ്വീകരിക്കാം, ഇല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ അവസാനിപ്പിക്കാമെന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരുപാട് ഒബ്സ്റ്റേക്കിൾസ് കണ്ടു. അതിൻ്റെയൊക്കെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കുന്ന ടെൻറ്റേറ്റീവ് ഞാൻ പറയുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ 1-2 മാനിഫെസ്റ്റേഷൻസും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു തരാം, ചെറിയ രീതിയിൽ. ഓക്കെ, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഇതായിട്ടോ, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിനുള്ളതായിട്ടോ ഒക്കെയുള്ള 1, 2, 3 മാനിഫെസ്റ്റേഷൻസ് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ എൻഡിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ചെയ്ത് നോക്കൂ. ഒരു റീയൂണിയന് വേണ്ടിയിട്ടോ ഒക്കെയുള്ളൊരു ചെറിയ റെമഡി എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരാം. സ്വിച്ച് കോഡ്സ് ആയിരിക്കാം, നോക്കട്ടെ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒബ്സ്റ്റേക്കിൾസും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷനും. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് വാട്ടർ മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ. വാട്ടർ മാനിഫെസ്റ്റേഷന് വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. നമുക്കൊരു ക്ലിയർ ഗ്ലാസ് ബോട്ടിൽ വേണം. സാധാരണ ഇങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഉള്ളിൽ കാണാൻ പറ്റുന്ന ക്ലിയർ ബോട്ടിലില്ലേ, കളേർഡ് ബോട്ടിലൊന്നും ആവരുത്, ക്ലിയർ ബോട്ടിൽ. ഓക്കെ, ക്ലിയർ ബോട്ടിൽ ശുദ്ധ ജലം നിറച്ചിട്ട് 30 സെക്കൻഡ്സ് 30 സെക്കൻഡ് ആ വെള്ളത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നല്ലോണം നോക്കുക. കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 കൈ കൊണ്ട് ആ ബോട്ടിൽ പിടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ അഫർമേഷൻ അതിലേക്ക് പറയുക. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ റീയൂണിയനാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ 2 കൈ കൊണ്ടും ആ ബോട്ടിൽ പിടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ പൂർവാധികം സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് റീയൂണിയന് വേണ്ടി വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്തിട്ട് ബോയിൽഡ് വെള്ളം യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് മിനറൽ വാട്ടറോ അങ്ങനെ ശുദ്ധജലമായിരിക്കണം, കുടിക്കാൻ പറ്റുന്ന വെള്ളമായിരിക്കണം. ഓക്കെ, മാനിഫെസ്റ്റ് എന്ത് തരം പോസിറ്റീവ് വിഷ് മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. തേർഡ് പാർട്ടി റിമൂവൽ എന്നൊന്നും പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് റീയൂണിയൻ ആഗ്രഹിക്കാം, തേർഡ് പാർട്ടി റിമൂവൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കേട് വരണം അങ്ങനെയൊന്നും ചിന്തിച്ചത് ചെയ്യരുത്. നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യാം, കാരണം നിങ്ങളാണ് ആ വെള്ളം കുടിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ ബോഡിയിലേക്കാണ് അത് എഫക്റ്റ് ആവാൻ പോകുന്നത്. അതുകൊണ്ട്
പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അഫേം ചെയ്യുക. ഓക്കെ, ഇത് ഈ വെള്ളം നിങ്ങളുടെ ഈ മാനിഫെസ്റ്റേഷൻ ഒരു 3, 4, 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക വെള്ളത്തിലേക്ക് നോക്കിക്കൊണ്ട്, കേട്ടോ. ബോട്ടിൽ അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഈ വെള്ളം ഉണ്ടല്ലോ, ഈ ഒരു കുപ്പി വെള്ളം ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ഇന്ന് രാവിലെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇന്ന് രാത്രിക്ക് മുന്നേ ആ വെള്ളം കുടിച്ച് തീർക്കുക. ഓക്കെ, ഇത് ഡെയിലി റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, യു കണ്ടിന്യൂ റിപ്പീറ്റിംഗ് ദിസ്. എന്തായാലും വെള്ളം കുടിക്കണമല്ലോ, അപ്പോൾ ആ കുടിക്കുന്ന വെള്ളത്തിൽ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തു നോക്കൂ, കേട്ടോ. വാട്ടർ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക, കേട്ടോ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ, നിങ്ങൾ സ്വയം അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ ഉതകുന്ന ഒരു നമ്പർ. ഓക്കെ, ഇത് ഒരു കോഡാണ്. ഞാൻ ജനറലി എല്ലാവർക്കും ബാക്ക് ഫയർ ചെയ്യാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോസിൽ പറയുള്ളൂ. ചില കോഡ്സ് നമ്മൾ സ്പെസിഫിക്കലി ഒരാൾക്ക് കൊടുക്കേണ്ടുന്നതാണ്. ആ മാതിരി കോഡ്സ് ഞാൻ ഇതിനകത്ത് പറയില്ല. ഓക്കെ, ഇത് ജനറലി യൂസ് ചെയ്യാൻ പറ്റുന്ന കോഡാണ്. ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ പോലെ ഇരിക്കും ഇതിൻ്റെ എന്താ പറയുക, മാനിഫെസ്റ്റ് ആവുന്നത് ആവാതിരിക്കുന്നത്. നിങ്ങൾ എത്ര വിശ്വാസത്തോടെ ചെയ്യുന്നു, പോസിറ്റിവിറ്റിയോട് കൂടി ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും, കേട്ടോ. ഇത് നിങ്ങളുടെ അട്രാക്ഷൻ കൂട്ടാനും നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് കൂടുതലായി ആകർഷിക്കാനും, പേഴ്സണെ മാത്രമല്ല ജനറലി ചുറ്റുമുള്ളവർക്ക് നിങ്ങളോടൊരു സ്നേഹം തോന്നാനും നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ വരാനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കോഡാണത്. 52918674 സ്ക്രീനിൽ ഞാൻ കൊടുത്തേക്കാം നമ്പർ, കേട്ടോ. 52918674 കേട്ടോ. ഇതാണ് നമ്പർ. ഇത് ഡെയിലി ചാൻഡ് ചെയ്യുക. ഓക്കെ, ഇതുപോലെ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആകൃഷ്ടയായിരിക്കുന്നു എന്ന് മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ നമ്പർ ചാൻഡ് ചെയ്യുക, കേട്ടോ. അതേപോലെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസാണ്, അത് നിങ്ങൾക്ക് ഒന്ന് ശരിയാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാൻഡ് ചെയ്യേണ്ടുന്ന നമ്പർ 37469182 3746918225. ഓക്കെ, ഇത് ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ്. ഓക്കെ, ഇതും നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതേപോലെ വേറെന്താണ്, 808 എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുന്ന നമ്പറാണ്. നിങ്ങൾക്ക് തീരെ സേവിങ്സ് നടക്കുന്നില്ല, ഒന്നും എന്ത് ചെയ്തിട്ടും സേവിങ്സ് പൈസ കയ്യിൽ നിൽക്കുന്നില്ല, വരുന്ന പൈസയൊക്കെ തിരിച്ച് ഏത് വഴിയോ പോകുന്നു എന്നറിയുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്ക് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നു, ആ പൈസ എൻ്റെ കയ്യിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ഞാൻ ഫീൽ ചെയ്യുന്നു എന്ന് മാനിഫെസ്റ്റ് ചെയ്തതിന് ശേഷം 808 എന്ന് പറഞ്ഞ നമ്പർ ചാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ രീതികളാണ്. ഇതൊന്ന് ചെയ്ത് നോക്കൂ. വാട്ടർ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ, കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് പോരെ, കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയില്ലേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കേട്ടോ. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. ഹൈപ്പ് ചെയ്താലേ നമ്മുടെ വീഡിയോയ്ക്ക് ഇച്ചിരി റീച്ച് കിട്ടത്തുള്ളൂ, കേട്ടോ. പ്ലീസ് എനിക്കൊന്ന് ചെയ്തു തരണേ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.